ഏറ്റവും സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ പണ്ഡിതർ, നേതാക്കൾ, ഈ നഗരത്തിലെ സ്നേഹമുള്ള മനുഷ്യരെ, കേരളത്തിൻ്റെ സാമൂഹിക പരിസരത്ത് ഏറ്റവും വിപ്ലവാത്മകമായ ഒരു മുദ്രാവാക്യം മനുഷ്യർക്കൊപ്പം എന്ന ആശയം അവതരിപ്പിച്ചുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ കേരളയാത്ര നടക്കുകയാണ്. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ AP ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ആ യാത്ര ഏതാനും നിമിഷങ്ങൾക്കകം ഈ അക്ഷരനഗരി വരവേൽക്കും. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയമാണ് ഈ യാത്രയുടെ സഞ്ചാര വേഗതയേക്കാൾ സമൂഹത്തിൽ പകർന്നുകൊണ്ടിരിക്കുന്നത്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അക്ഷരങ്ങളുടെ ഈ മഹാനഗരത്തിന് വാക്കുകളെ കൊണ്ട്, അക്ഷരങ്ങളെ കൊണ്ട് മനുഷ്യ ജീവിതത്തെ സംസ്കാരത്തിലേക്ക് നയിച്ച പാരമ്പര്യമുണ്ട്. മനുഷ്യൻ്റെ പ്രത്യേകതയാണ് വാക്കുകളും വിനിമയങ്ങളും വാക്കുകളെ കൊണ്ടുള്ള സംവേദനങ്ങളും. നമ്മൾ വർത്തമാനം പറയാൻ പഠിച്ചത് നമ്മുടെ വർത്തമാനങ്ങളെ മികച്ച രീതിയിൽ നമ്മൾ പരിഷ്കരിച്ചത് കൂടുതൽ മനുഷ്യർക്കൊപ്പം നിൽക്കാൻ വേണ്ടിയാണ്. വേദനിക്കുന്നവരുടെ വേദനയെയും പ്രയാസമനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെയും പരസ്പരം കൈമാറി അതിന് പ്രതിവചനമായി സാന്ത്വന വാക്കുകൾ നൽകി അതിനുമപ്പുറത്തേക്ക് അപരനെ കേട്ടുമൊക്കെയാണ് നമ്മൾ മനുഷ്യരായി നിലനിൽക്കുന്നത്. സൃഷ്ടാവായ തമ്പുരാൻ മനുഷ്യനെ വലിയ കാരുണ്യത്തോടെ പടക്കുകയും ആ കാരുണ്യത്തിൻ്റെ ഭാഗമായി അവനിക്ക് സംസാരത്തിനും ആശയവിനിമയത്തിനുമുള്ള വളരെ പ്രാധാന്യമുള്ള ശേഷി നൽകുകയും ചെയ്യുകയാണ്. വാക്കുകളും സംസാരങ്ങളും മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്. മനുഷ്യനെ പരസ്പരം കണക്ട് ചെയ്യുന്നത് ഈ വാക്കുകളാണ്. വാക്കുകളില്ലായിരുന്നുവെങ്കിൽ മനുഷ്യജീവിതം അത്രമേൽ ദുസ്സഹമാകുമായിരുന്നു. 1821 ഈ നഗരത്തിൽ ആരംഭിച്ച അച്ചടിശാലയിലൂടെയാണ് മലയാളികൾ അവരുടെ നാട്ടിൽ നിന്ന് അക്ഷരങ്ങളെ മനുഷ്യരിലേക്ക് പകരാൻ തുടങ്ങിയത്. അതിനുശേഷം എഴുത്തിലൂടെയും സംവേദനങ്ങളിലൂടെയും നമ്മുടെ ഭാഷകളും സംഭാഷണങ്ങളും വലിയ ഉയരങ്ങളിലേക്ക് പടർന്നു കയറി. ഇന്ന് 21ാം നൂറ്റാണ്ടിൽ മലയാള സാഹിത്യം വിശ്വം ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് ഉയരുന്നതിൻ്റെ ആവിർഭാവം അത് ഈ നഗരത്തിലായിരുന്നുവല്ലോ. അതുകൊണ്ടുതന്നെ നമുക്ക് ഇൻബിറ്റ്വീനായി, മനുഷ്യർക്കിടയിൽ ഇൻബിറ്റ്വീനായി ഒരു ഏജൻസിയായി പ്രവർത്തിക്കുന്ന വാക്കുകൾ തീർച്ചയായും ഓരോ കാലത്തും മനുഷ്യനെ മനുഷ്യനായി നിലനിർത്താൻ അപാര ശേഷിയുള്ളതാണ്. എന്താണ് ഒരു സാഹിത്യം? എന്താണ് ഒരു കലാ ആവിഷ്കാരം? എന്താണ് ഒരു വാക്കുകളുടെ ഘടനകളെ കൊണ്ട് മനുഷ്യൻ ആനന്ദിക്കുന്ന പ്രവർത്തനങ്ങൾ എന്നതിനെക്കുറിച്ച് വിദഗ്ധരായ ചിന്തകർ കോൺസ്റ്റന്റ് കോങ്ക്ലിൻ പറയുന്നത് ആർട്ട് ഈസ് എ മൈക്രോസ്കോപ്പ്
which the artist fixes on the secrets of his soul and shows to us those experiences which are common to us all. ഒരെഴുത്തുകാരൻ, ഒരു ചിന്തകൻ തന്റെ മനസ്സിനകത്തുള്ള വികാരങ്ങളെ, ചിന്തകളെ, ആലോചനകളെ, വേദനകളെ, സ്വപ്നങ്ങളെ, അവയെല്ലാം അതിമനോഹരമായ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഭാഷയിലേക്ക് പദാവർത്തനം നടത്തിക്കൊണ്ട് അതിലൂടെ വായിക്കുന്നവന്റെ മനസ്സിലെ വികാരങ്ങളെ കൂടി തുല്യമാണെന്ന് അവന് തോന്നുന്ന തരത്തിലേക്ക് വായിക്കാൻ കഴിയുന്ന അനുഭവത്തെ രൂപപ്പെടുത്തുകയാണ് കലയും സാഹിത്യവും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം അതിന്റെ ധർമ്മം. സമൂഹത്തിന്റെ നന്മയിലേക്ക് മുന്നോട്ട് ഗമിപ്പിക്കുന്നതായിരിക്കണം. മഹാരാജാസ് കോളേജിന്റെ ചുമരുകളിൽ കണ്ട മദ്യത്തെ പറ്റിയുള്ള ഒരു കവിതയാണ് എന്റെ ജീവിതത്തിൽ എന്നെ മദ്യപാനിയാക്കി മാറ്റിയത് എന്ന് മലയാളത്തിലെ പ്രമുഖനായ ഒരു എഴുത്തുകാരന്റെ കൺഫെഷനാണ്. ഇങ്ങനെയുള്ള എഴുത്തുകൾ, ഇങ്ങനെയുള്ള വാക്കുകൾ മനുഷ്യനെ അവന്റെ യഥാർത്ഥ ധർമ്മങ്ങളിൽ നിന്ന് പിന്നോട്ട് നയിക്കും. പുസ്തകങ്ങളും നോവലുകളും കവിതകളുമൊക്കെ മനുഷ്യനെ കൂടുതൽ പരിഷ്കൃതരാക്കാനുള്ള പ്രചോദനമായി മാറണമെന്നുള്ളത് അനിവാര്യമായിട്ടുള്ള അടിസ്ഥാനമാണ്. പലപ്പോഴും എഴുത്തുകളും രചനകളുമൊക്കെ മനുഷ്യന്റെ വൈകാരികമായ ആവേശത്തെ ഉയർത്തുകയും വിചാരബോധത്തെ ഉറക്കിക്കിടത്തുകയും ചെയ്യുന്നതിന്റെ കാഴ്ചകൾ വ്യാപകമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മലയാളത്തിൽ പുതുതായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പൾപ്പ് സാഹിത്യങ്ങൾ ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റുപോകുന്നു. പക്ഷേ മനുഷ്യന്റെ ജീവിതത്തിൽ നിർമ്മാണാത്മകമായ ഒരു പ്രയോഗം നടത്താൻ അത്തരം പുസ്തകങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് ആഴത്തിലുള്ള നിരീക്ഷണങ്ങൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ പ്രകാരം തന്നെ മനുഷ്യരെ വിഭജിക്കാനുള്ള എഴുത്തുകളും ആസൂത്രിതമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യരെ വിഭജിക്കുക എന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ദുരന്തപൂർണമായിട്ടുള്ള അവസ്ഥയാണ്. സംഘപരിവാറാവട്ടെ, മറ്റു സങ്കുചിത താല്പര്യത്തിന്റെ പ്രവർത്തകരാവട്ടെ, മനുഷ്യരെ പരസ്പരം ഫ്രാഗ്മെന്റുകളായി ഇങ്ങനെ തിരിക്കാൻ വേണ്ടി ചെറിയ നാരോ ഡൊമസ്റ്റിക് വാളുകൾ, ടാഗോറിന്റെ പ്രയോഗത്തെ പോലെ പറയുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ആഭ്യന്തര മതിലുകളെ കൊണ്ട് മനുഷ്യനെ വേർതിരിക്കാനുള്ള ഒരു ഉപാധിയായി കലയെയും സാഹിത്യത്തെയും മാധ്യമ പ്രവർത്തനത്തെയും മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തു കൂടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മാധ്യമ പ്രവർത്തനം വാക്കുകളുടെ ഒരു കലയും വാക്കുകളുടെ ഒരു യുദ്ധവുമൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. വാക്കുകളെ, ആവിഷ്കാരങ്ങൾ, ആഖ്യാനങ്ങളെ, നരേഷൻസുകൾ, തങ്ങൾക്ക് താല്പര്യമുള്ള നാരറ്റീവ്സ് ഓരോ വിഷയത്തിലും കൊണ്ടുവന്നുകൊണ്ട് തങ്ങളുടേതായിട്ടുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെയും അല്ലെങ്കിൽ ആ മാധ്യമ സ്ഥാപനങ്ങളെ പിന്തുണക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളുടെയും താല്പര്യത്തിന് വേണ്ടി നാരറ്റീവ്സുകൾ ഉണ്ടാക്കി മനുഷ്യ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ അവരുടെ ധർമ്മത്തെ കൃത്യമായി പ്രയോഗിക്കാതെ വരുമ്പോഴാണ് യുദ്ധങ്ങൾ കൂടുതൽ ആളിക്കത്തുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിട്ടുള്ള എല്ലാത്തരം അസ്ഥിരതകളുടെയും പിന്നിൽ മാധ്യമങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. സദ്ദാം ഹുസൈനെ ഒരു അറബ് ഹിറ്റ്ലറായി എഴുതി പിടിപ്പിച്ചത് അമേരിക്കൻ മാധ്യമങ്ങളാണ്. അറബ് ഹിറ്റ്ലറുടെ കരങ്ങളിൽ അപകടകരമായിട്ടുള്ള, മനുഷ്യരാശിക്ക് അപകടകരമായിട്ടുള്ള ആയുധങ്ങളുണ്ട് എന്ന് നിരന്തരമായി എഴുതി. ലോകം മുഴുവനും മാധ്യമങ്ങളുടെ കൂടെ നിന്ന് അത്രമേൽ ഭീകരനായ ഒരു മനുഷ്യനെ തീർച്ചയായിട്ടും വേട്ടയാടണം, എങ്കിൽ ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയുമാർ മനുഷ്യർക്കിടയിൽ സങ്കുചിതമായ ആവിഷ്കാരങ്ങൾ നടത്തിയെന്ന് നമുക്ക് കാണാൻ പറ്റും. എല്ലാത്തിനെയും തങ്ങൾക്ക് താല്പര്യമുള്ളതിനെ ഉയർത്തി കാണിക്കാനും തങ്ങൾക്ക് ഭൂഷണമല്ലാത്തതിനെ തകർത്തു കാണിക്കാനുമുള്ള ഉപാധിയായി ഇത്തരം ഈ ജനാധിപത്യത്തിന്റെ പ്രയോഗമായിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തെ മാറ്റുകയും സമൂഹത്തിന്റെ ഇടയിൽ ഛിദ്രതകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന കാഴ്ചകളുണ്ട്. ഇത് നമ്മൾ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നുവെങ്കിലും ഏറ്റവും പുതുതായി ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് എന്ന് പറയുന്നത് ഡിജിറ്റൽ സ്ലോപ്പ് എന്നതാണ്.
സ്ലോപ്പ് എന്ന പദം നമുക്കറിയാം, വേസ്റ്റ്, ചെളി അല്ലെങ്കിൽ ഒരു സാധനത്തിൽ ആവശ്യമില്ലാത്തതിനെയാണ് സ്ലോപ്പ് എന്ന് നമ്മൾ പറയുന്നത്. ഇന്ന് ഡിജിറ്റൽ സ്ലോപ്പുകളുടെ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാത്ത ഡിജിറ്റൽ കണ്ടന്റുകളെ കൊണ്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ വ്യർത്ഥമായി കൊണ്ടിരിക്കുന്ന കാഴ്ചകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഡിജിറ്റൽ കണ്ടന്റുകൾ അതിന്റെ പുതിയ തലങ്ങളിലേക്ക് കടന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ആരാണ് നിർമ്മിക്കുന്നതെന്ന് പോലും അറിയാതെ കണ്ടന്റുകൾ നിരന്തരം നിർമ്മിച്ചുകൊണ്ട് ചിത്രതകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വലതുപക്ഷ തീവ്ര പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. അതേ പ്രകാരം തന്നെ മതരാഷ്ട്രവാദികളുടെ ഭാഗത്തു നിന്നുണ്ട്. എല്ലാവരുടെയും ഭാഗത്തു നിന്ന് അസ്തിത്വബോധമില്ലാത്ത, നൈതികതയില്ലാത്ത മനുഷ്യരുടെ ഭാഗത്തു നിന്ന് മറ്റു മനുഷ്യരെ വിഭജിക്കാനും വേട്ടയാടാനും വേണ്ടി വാക്കുകളെ, കലകളെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ സ്ലോപ്പിന്റെ അല്ലെങ്കിൽ ചെളികളുടെ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാത്ത 24 സമയം മുഴുവനും 24 മണിക്കൂറും നമ്മൾ വാർത്തകൾ തന്നെ കാണണമെന്നുണ്ട്. നമ്മളെ ഇങ്ങനെ ആസ്വദിപ്പിച്ചിരുത്താൻ സ്റ്റോറി ടെല്ലിംഗ് ആയി വാർത്തകൾ മാറുകയും വാർത്തകളും വാർത്താഖ്യാനങ്ങളും നമ്മൾക്ക് ആവശ്യമുള്ളതിലപ്പുറത്തേക്ക് എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകന്റെ അവകാശത്തെ, പ്രേക്ഷകന്റെ സ്വയം നിർണയാവകാശത്തെ നിഷേധിക്കുന്ന തരത്തിലേക്ക് മാധ്യമ പ്രവർത്തനത്തിന്റെ ഇടപെടലുകൾ ചാനലുകളുടെ കുത്തൊഴുക്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളുടെ പ്രളയമാണ്. വിവരമില്ലാത്ത ലോകത്തല്ല നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന നിരവധി വിവരങ്ങൾ ഈ എല്ലാ ഭാഗത്തു നിന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഉപകാരമുള്ള വിവരങ്ങളെക്കാൾ മനുഷ്യനിക്ക് അവന്റെ കൃത്യമായ പ്രയോഗത്തെ അസ്ഥിരപ്പെടുത്തുന്ന തരത്തിലുള്ള വിവരങ്ങളുടെ പ്രളയം നടക്കുമ്പോൾ അതിനെ നമുക്ക് തിരുത്തു പറയേണ്ടതുണ്ട്. നമുക്കതിനോട് നോ മോർ സ്ലോപ്പ് എന്ന് പറയേണ്ടതുണ്ട്. ഇനി വേണ്ട ഇത്തരം മാലിന്യങ്ങൾ, ഇനി വേണ്ട എന്ന് പറയാൻ പൗരന്മാർക്ക് അവകാശമുണ്ട്. മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനത്തിന് അത് പറയേണ്ടതുണ്ട്. കേരള മുസ്ലിം ജമാഅത്തും അതിന് കീഴിലുള്ള പ്രസ്ഥാനങ്ങളും നിരവധിയായിട്ടുള്ള മാധ്യമ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ആ മാധ്യമ പ്രവർത്തനങ്ങൾ മുഴുവനും അതിന്റെ അടിസ്ഥാനം മനുഷ്യപ്പറ്റാണ്. മനുഷ്യർക്ക് വേണ്ടിയാണ് മാധ്യമ പ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ താല്പര്യങ്ങൾക്ക് വേണ്ടി ആഖ്യാനങ്ങൾ നടത്തുന്നതിന്റെ അപ്പുറത്തേക്ക് മനുഷ്യർക്ക് വേണ്ടി നൈതികാവിഷ്കാരങ്ങൾ നടത്തുക എന്നിടത്തേക്ക് ആ മാധ്യമ പ്രവർത്തനങ്ങൾ ഉയർന്നു വരികയാണ്. അറിവിനെയാണ് മാധ്യമങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടത്. കേരള മുസ്ലിം ജമാഅത്ത് അറിവിന് വേണ്ടിയാണ്, മനുഷ്യർക്ക് അറിവിനെ സ്ഥാപിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അറിവിന്റെ കൈമാറ്റവും അറിവിന്റെ പ്രസരണവും അറിവിന്റെ വ്യാപനവുമാണ് കേരള മുസ്ലിം ജമാഅത്ത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കീഴിലുള്ള ആയിരക്കണക്കിന് സ്ഥാപനങ്ങളിലൂടെ അറിവിനെയാണ് പകർന്നുകൊണ്ടിരിക്കുന്നത്. അറിയാമല്ലോ, ഈ അക്ഷര നഗരിയെ സാക്ഷി നിർത്തി നമുക്ക് പറയാം, മനുഷ്യർക്ക് വിശക്കുമ്പോൾ നമുക്ക് അല്പം അന്നം നൽകാൻ പറ്റും. മനുഷ്യർക്ക് കുറച്ചൊക്കെ സാമ്പത്തികം കൊണ്ട് നമുക്ക് സഹായിക്കാൻ പറ്റും. എന്നാൽ മനുഷ്യനെയും അവന്റെ തലമുറകളെയും അവന്റെ എക്കോസിസ്റ്റത്തെയും അവന്റെ പരിസരങ്ങളെയും ഒക്കെ കൂടുതൽ സഹായിക്കണമെങ്കിൽ അവനിക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് അക്ഷരങ്ങളെയാണ്. അക്ഷരങ്ങളെ പകരണമെന്നാണ് മുസ്ലിം ജമാഅത്ത് മനുഷ്യപ്പറ്റുള്ള ഏറ്റവും വലിയ പ്രവർത്തനമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതേ പ്രകാരം തന്നെ വീടടക്കമുള്ള മനുഷ്യർക്ക് ആവശ്യമുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നു, നിയമസഹായങ്ങൾ നൽകുന്നു. അതുപോലെ എല്ലാ അർത്ഥത്തിലും മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്നു. എന്നാൽ ഏറ്റവും പ്രധാനമായി ദൂരം കണ്ടുകൊണ്ട് എല്ലാ കാലത്തെയും സമുദ്ധരിക്കാൻ വേണ്ടി കേരള മുസ്ലിം ജമാഅത്ത് മുന്നോട്ട് വെക്കുന്ന ആശയം അക്ഷരങ്ങളുടെ കൈമാറ്റമാണ്. അവിടെയാണ് അക്ഷരങ്ങൾ ചേർത്ത് വെച്ച അറിവിന്റെ ആ വിനിമയമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ സമൂഹത്തെ ഉയരത്തിലേക്ക് കൊണ്ടുവന്നത്. ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ എത്ര അനാഥരായ മക്കളാണ്,
20,000-ഓളം അനാഥ മക്കളെ അക്ഷരം പകർന്ന് ഗ്രാജ്വലി ഈ സമൂഹത്തിന്റെ നേതൃത്വമാക്കി മാറ്റി. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിക്കുന്നത് പോലെ വനുരീദു അന്നമുന്ന അലല്ലദീന സ്തുലഇഫു ഫിൽ അർള് വനജഅലഹും അഇമ്മതൻ വനജഅലഹുൽ വാരിസീൻ. ഈ സമൂഹത്തിൽ അരികവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ലക്ഷ്യമാണ്. ആ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനം അത് അറിവാണ്, അത് അക്ഷരങ്ങളാണ്, അത് ജ്ഞാനമാണെന്നുള്ള തിരിച്ചറിവാണ് ഈ ഒരു പ്രവർത്തനത്തിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി ഈ സമൂഹം തയ്യാറാകുന്നത്. വിശുദ്ധമായ ഖുർആൻ മനുഷ്യനോട് സൂചിപ്പിക്കുന്നത് അതാണ്, വായിക്കാനും പഠിക്കാനുമാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ വായിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കുക എന്നതിന്റെ വിവക്ഷ മനുഷ്യനിക്ക് അനുഗുണമായതിനെ, മനുഷ്യർക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന വായനകളെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയാണ്. ആ വായനയാണ് ദൈക്ഷണികമായ വിപ്ലവങ്ങളുടെ ഒരു പരമ്പരകൾ തന്നെ കഴിഞ്ഞ 1400 വർഷങ്ങളിൽ ഈ ലോകത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി ഇവിടെ സംഭവിച്ചത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. യൂറോപ്പിലെ മനുഷ്യർ റോമാ സാമ്രാജ്യത്തിന്റെ ഇരകളായി അധിക നികുതി അടക്കമുള്ള അനുഭവങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ ജനങ്ങൾ തങ്ങളുടെ ദൂതനെ കൈറുവാനിലേക്ക് പറഞ്ഞയച്ച് ഇസ്ലാമിക ഭരണകൂടത്തിൽ നിന്ന് സഹായം ചോദിക്കുന്ന രംഗമുണ്ടല്ലോ. ആ സഹായത്തിന്റെ റിസൾട്ട് എന്തായിരുന്നു? അതിനുശേഷം പോർച്ചുഗൽ വഴി സ്പെയിനിലേക്ക് കടന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രബോധന ലക്ഷ്യത്തിന്റെ റിസൾട്ട് എന്താണ് സ്പെയിനിൽ ഉണ്ടായത്? ഗോൾഡൻ ഏജിനെ രൂപപ്പെടുത്തിയത് വിജ്ഞാനം കൊണ്ടാണ്. ആ വിജ്ഞാനത്തെയാണ് സഹായത്തിന് ക്ഷണിച്ച മനുഷ്യർ വിജ്ഞാനമാണ് കൈമാറിയത് എന്ന് ചരിത്രം കൊണ്ട് നമുക്ക് കാണാൻ പറ്റും. കൊർദോബ യൂണിവേഴ്സിറ്റിയാണ് അവർക്ക് രൂപപ്പെട്ടു വന്നത്. ഗ്രാനഡയിലെയും ബാഴ്സലോണയിലെയും വലിയ വിജ്ഞാന കേന്ദ്രങ്ങളാണ് ആ സമൂഹത്തിന് ഇസ്ലാമിക സമൂഹം കൈമാറ്റം ചെയ്തത്. അല്ലാതെ രാഷ്ട്രീയാധികാരങ്ങളെ മാത്രം ലാക്കാക്കിക്കൊണ്ടുള്ള സഞ്ചാരങ്ങളല്ല അവിടെയൊന്നും സംഭവിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് മഹാനായ നെഹ്റു തന്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ അതിമനോഹരമായി ഇതിൽ വിവരിക്കുന്നുണ്ട്. അറബ് സമൂഹത്തിന്റെ, ഇസ്ലാമിക സമൂഹത്തിന്റെ സഞ്ചാരങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ള വൈജ്ഞാനിക കൈമാറ്റങ്ങളുടെ വിപ്ലവാത്മകമായ റിസൾട്ടുകളാണ് യൂറോപ്പിന്റെ സഞ്ചാരത്തിന് വേഗത പകർന്നത് എന്ന് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ നെഹ്റു തന്റെ മകൾക്ക് അയച്ച കത്തുകളുടെ സമാഹാരത്തിൽ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. ഇവിടെയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ യാത്രയുടെ പ്രസക്തിയുള്ളത്. ഈ യാത്രയിൽ നേതൃത്വം നൽകുന്നത് ഗുരുക്കളാണ്. മഹാനായ സുൽത്താനുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ ആ നേതൃത്വത്തിന്റെ കീഴിലാണ് ഈ യാത്ര ഇവിടെ നടക്കുന്നത്. അഥവാ ഗുരുവിന്റെ സഞ്ചാരമാണ്. ഗുരു അറിവുമായി സഞ്ചരിക്കുകയാണ്. ഗുരു എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഇരുട്ടിനെ നീക്കുന്നവർ എന്നാണല്ലോ. ഇരുട്ടിനെ നീക്കുക എന്നത് ഓരോ കാലഘട്ടത്തിന്റെയും അനിവാര്യമായ പ്രവർത്തനമാണ്. പണ്ഡിതന്മാരാണ് ഇരുട്ടിനെ എല്ലാ കാലത്തും നീക്കിയിട്ടുള്ളത്. ഇരുട്ടിനെ ജ്ഞാനം കൊണ്ടവർ നീക്കുന്ന പ്രവർത്തനം നിരന്തരമായി തുടരുന്നത് കൊണ്ടാണ് മനുഷ്യന്റെ നാഗരികത വളരുന്നത്. എല്ലാ കാലത്തും അമ്പിയാക്കൾ നിർവഹിച്ചത് അതാണ്. അമ്പിയാക്കളുടെ അനന്തരാവകാശികളായിട്ടുള്ള പണ്ഡിതന്മാർക്ക് നിർവഹിക്കാനുള്ളത് അതാണ്. ഈ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും ലോകത്തിന്റെ എല്ലായിടങ്ങളിലും ഈ അർത്ഥത്തിലാണ് അറിവുകൾ അക്ഷരങ്ങളായിട്ടും അനുഭവങ്ങളായിട്ടും ജീവിതങ്ങളായിട്ടും സമൂഹത്തിന് പണ്ഡിത നേതൃത്വം പകർന്നു കൊടുത്തതിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മുടെ ഈ സാംസ്കാരിക ഔന്നിത്യമെന്ന തിരിച്ചറിവ് ഈ കേരള യാത്ര ഈ സമൂഹത്തിന് നൽകുന്നുണ്ട്. ഞാൻ ചുരുക്കുകയാണ്. കേരള യാത്ര, ഈ യാത്രയുടെ ഈ സഞ്ചാരത്തിന്റെ ഈ ചാക്രികതക്കപ്പുറത്തേക്ക് ആശയ സഞ്ചാരത്തിന്റെ പ്രവാഹങ്ങൾ ദിശകൾ മതിയാക്കാതെ ദിഗന്ധങ്ങളിലേക്ക്
ദിശയിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യർക്കൊപ്പം എന്ന ഈ മനോഹരമായ വാക് സമുച്ചയം ലോകത്തിന്റെ എല്ലാ മനുഷ്യർക്കും ഹൃദയത്തോടെ ചേർത്തു പിടിക്കാൻ പറ്റുന്ന തരത്തിൽ, എല്ലാവരെയും ചേർത്തു പിടിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഓരോ മനുഷ്യന്റെയും കാതുകളിലേക്ക് കാതോരം പടർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഈ സമ്മേളനവും ഈ മനോഹരമായിട്ടുള്ള ഈ ആശയ സംവേദന വേദിയും തീർച്ചയായും ഈ കോട്ടയം നഗരത്തിൽ ഈ അക്ഷര നഗരത്തിലെ മനുഷ്യരോടുള്ള അതിമനോഹരമായ സംവേദനമായിരിക്കുമെന്നുള്ള തിരിച്ചറിവോടുകൂടെ ഈ പരിപാടിയുടെ മനോഹരമായ ഈ അനുഭവത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.